സംസ്ഥാനത്ത് കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടങ്ങൾ. കോഴിക്കോട് ചിന്താവളപ്പിൽ വാഹനത്തിന് മുകളിൽ മരം കടപുഴകി വീണു. ഷാഹിദ് റഹ്മാൻ വിവരങ്ങളുമായി ചേരുകയാണ്. ഷാഹിദ്, വാഹനത്തിൽ ആളുകൾ ഉണ്ടായിരുന്നില്ലേ? എപ്പോഴാണ് അപകടമുണ്ടായത്? എന്താണ് വിവരങ്ങൾ? മധു, അല്പസമയം മുൻപാണ് ഈ അപകടമുണ്ടായത്. ചിന്താവളപ്പ് ജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് വാഹനം ഉണ്ടായിരുന്നു. ഈ സംഭവം നടക്കുന്ന സമയത്ത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എൻ്റെ പുറകിലായിട്ട് കാണുന്ന ആ വലിയ മരം, ഇതൊരു ക്വാർട്ടേഴ്സാണ്. ആ ക്വാർട്ടേഴ്സിനോട് ചേർന്ന് നിൽക്കുന്ന ആ വലിയ മരത്തിന്റെ ശിഖരങ്ങളാണ് താഴേക്ക് പൊട്ടി വീണിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല ഇവിടെ വാഹനങ്ങൾ, ഇത് റോഡാണ്, ഈ റോഡിലൂടെ വാഹനങ്ങൾ പോവുകയായിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ മരം കടപുഴകി വീഴുന്നത്. ഒരു ഓട്ടോയും ഒരു ബൈക്കും ഈ മരത്തിന്റെ അടിയിലായി എന്നുള്ളതാണ്. ഇപ്പോൾ ആ ബൈക്ക് ഡ്രൈവർ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ബൈക്കിന് മുകളിലേക്കാണ് വീണിട്ടുണ്ടായിരുന്നത്. എപ്പോഴാണ് ഈ അപകടം ഉണ്ടായിരുന്നത്? എങ്ങനെയായിരുന്നു? നിങ്ങൾ ഏകദേശം ഒരു 10:30 ടൈമിലായിരുന്നു. ഞാൻ പെട്ടെന്ന് മഴ പെയ്തേരം ഒന്ന് സൈഡാക്കിയിട്ട് ഒന്ന് കോട്ടിടാൻ നിന്നായിരുന്നു. കോട്ടിട്ട് കഴിഞ്ഞ പാടുന്ന ബേക്കിൽ നിന്ന് പൊട്ടി വന്ന സൗണ്ട്. എനിക്ക് മാറി നിൽക്കാൻ പറ്റിയില്ല. ഞാനും ബൈക്കും അതിൻ്റെ ഉള്ളിൽ കൂടി. ബൈക്ക് മൊത്തം കംപ്ലൈൻ്റ് ആയിരുന്നു. ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ബൈക്കുള്ളത്. പിന്നെ എൻ്റെ ഒരു റിങ് അങ്ങനെ നഷ്ടപ്പെട്ട്. സ്വർണ്ണത്തിന് അല്ല, സിൽവർ ആയിരുന്നു. കുറച്ച് എക്സ്പെൻസീവാണ്. അത് പോയി. വേറെ പരിക്കൊന്നും പറ്റിയിട്ട്? പരിക്ക് ചില്ലകൾ വന്ന് വീണാണ്ട് വലിയ പരിക്കുകളൊന്നും ഇല്ല. അടുത്ത് കൂടി ഒരു ഇത് പോയിരുന്നു, വലിയ മരം പോയിരുന്നു. പരിക്ക് കാര്യമായിട്ടൊന്നുമില്ല. വാഹനത്തിനാണ് കേടുപാട് സംഭവിച്ചത്. വാഹനം ഓടിക്കാൻ പറ്റാത്ത കണ്ടീഷനാണുള്ളത്. മധു, അതായത് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും. ഈ ചില്ലകളൊക്കെ തന്നെ ഇങ്ങോട്ടേക്ക് ഒടിഞ്ഞു വീണിട്ടുണ്ട്. അതിന്റെ പകുതി ഭാഗങ്ങൾ ഇവിടെ മുറിച്ചിട്ടുണ്ട്. എന്നാൽ അതേ സമയത്ത് ഈ മരം അത് അപകട ഭീഷണി ഉയർത്തുന്ന മരം തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ പൊട്ടി വീണ ഭാഗം മാത്രമേ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വെട്ടിമാറ്റിയിട്ടുള്ളൂ. എന്നാൽ ബാക്കി ഭാഗവും അത്ര സ്റ്റേബിൾ അല്ല. ഏത് നിമിഷവും ചായാവുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് മഴ കനത്ത് കാറ്റൊക്കെ അതിശക്തമായി വരികയാണെങ്കിൽ വീണ്ടും റോഡിലേക്ക് വീഴുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ എത്രയും വേഗം അതിന്റെ ബാക്കി ഭാഗം കൂടി മുറിച്ചു മാറ്റണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ആവശ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതേ സമയത്ത് ഇത് ദിവസവും ആയിരങ്ങൾ അല്ലെങ്കിൽ 10,000 യാത്ര ചെയ്യുന്ന റോഡാണ്. പ്രത്യേകിച്ച് കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലേക്കും പാളയത്തേക്കും ഒക്കെ തന്നെ പോകുന്ന റോഡാണ്. ആ റോഡിലാണ് ഇത്തരത്തിൽ ഈ മരം കടപുഴകി വീണത് എന്നുള്ളതും എടുത്തു പറയേണ്ട സാഹചര്യമാണ്. തൊട്ട് അപ്പുറത്തായി, അതായത് ഈ റോഡിന്റെ നേരെ എതിർവശത്തായിട്ടാണ് ക്രൈംബ്രാഞ്ച് ഓഫീസ് ഉള്ളത്. അവിടേക്ക് കൂടിയാണ് ഈ മരം വീണിട്ടുള്ളത്. എന്തായാലും ആളപായമില്ല, പക്ഷേ വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ആളപായമില്ല, പക്ഷേ വലിയ ഭാഗ്യം ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് അടുത്ത് തന്നെ വലിയ മരക്കഷ്ണങ്ങൾ, മരത്തിന്റെ വലിയ ചില്ല വീഴുന്നുണ്ടായിരുന്നു. എന്തായാലും വലിയ കനമുള്ള ഭാഗങ്ങളല്ല അദ്ദേഹത്തിന് മേത്ത് വീണത് എന്നുള്ളത് കൊണ്ട് പരിക്കുകളില്ല. പക്ഷെ വാഹനം വലിയ തോതിൽ കേടുപാട് പറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.